നടൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം സ്വന്തം മക്കളെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന്. സിനിമ ഇറങ്ങിയതിനു ശേഷം ആ വാക്യത്തിന് വലിയ പ്രചാരമൊക്കെ ലഭിച്ചിരുന്നു. പിന്നീട് അത് ട്രോൾ വാക്യമായി മാറുകയും ചെയ്തിരുന്നു. ആരെങ്കിലും ട്രോളണമെങ്കിൽ അത് ഉപയോഗിച്ചു കൊണ്ടിരുന്നു, ഇപ്പോൾ പുതിയ കാലത്തും സോഷ്യൽ മീഡിയയിലുമൊക്കെ. ഇന്നിതാ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ ട്രോളാനാണ് ആ വാക്യം ഉപയോഗിച്ചത്. ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ശ്രീനിവാസന്റെ കഥാപാത്രം മക്കളെ കൊണ്ട് വിളിപ്പിച്ചതുപോലെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് എന്ന്. എന്താണ് സന്ദർഭം? കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതിനെ കുറിച്ചാണ്. എന്തിനാണ് രാജ്യസന്നദ്ധത അറിയിക്കുന്നത്? രാജിവെച്ചാൽ പോരെ, ഒരു ഇമെയിൽ സന്ദേശം അയച്ചാൽ മതിയല്ലോ. രാജ്യസന്നദ്ധത എന്നത് വെറും നാടകമാണ്. അത് കെ സുരേന്ദ്രൻ വിഭാഗമാണ് പ്രചരിപ്പിക്കുന്നത്. കെ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്നവരാണ് മാധ്യമങ്ങൾക്ക് രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന വാർത്ത നൽകിയിരിക്കുന്നത്. ബി ജെ പിയിൽ രാജ്യസന്നദ്ധത അറിയിക്കുക എന്ന ഒരു പരിപാടിയേ ഇല്ല. ബി ജെ പിയോടൊപ്പം നടന്ന, ബി ജെ പിയിൽ ജനിച്ചു വളർന്ന ആളാണ് സന്ദീപ് വാര്യർ. അദ്ദേഹമാണ് പറയുന്നത്, ബി ജെ പിയിൽ രാജ്യസന്നദ്ധത അറിയിക്കുക എന്ന പരിപാടിയേ ഇല്ല, രാജിവെക്കുക എന്നതാണ്. കെ സുരേന്ദ്രൻ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ നടക്കുന്നതെല്ലാം ഒരു നാടകം മാത്രമാണ്. ഞാൻ രാജ്യസന്നദ്ധത അറിയിച്ചു, കേന്ദ്ര നേതൃത്വം രാജിവെക്കണ്ട എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ തുടരുന്നു എന്ന് വരുത്തി തീർക്കാൻ, ചർച്ചകൾ വഴി തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സന്ദീപ് വാര്യർ കെ സുരേന്ദ്രന് കൊടുത്ത അവസാനത്തെ പണി. കെ സുരേന്ദ്രന് ആദ്യം മുതൽ തന്നെ സന്ദീപ് വാര്യർ പണി കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുന്ന ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്തുണ്ടാകുന്ന പ്രതിഷേധത്തിന്റെ ഘട്ടത്തിൽ സന്ദീപ് വാര്യരുടെ ലക്ഷ്യം കെ സുരേന്ദ്രനായിരുന്നില്ല, കൃഷ്ണകുമാർ ആയിരുന്നു. കൃഷ്ണകുമാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ ആദ്യം മുതലേ നീങ്ങിയത്. സന്ദീപ് വാര്യർ ബി ജെ പിയുടെ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേജിൽ ഇരിപ്പിടം നൽകിയില്ല. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ താങ്കൾ താഴെ ഇരുന്നാൽ മതി എന്നാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞത്. അതിൽ പ്രതിഷേധിച്ച് സന്ദീപ് വാര്യർ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുക്കാതെ പോകുന്നുണ്ട്, ബഹിഷ്കരിച്ച് പോകുന്നുണ്ട്. അത് ആ സമയത്ത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു. അപ്പോഴും സന്ദീപ് വാര്യരെ അനുനയിപ്പിക്കാൻ ബി ജെ പി നേതൃത്വം ഇടപെട്ടില്ല. അതിനുശേഷമാണ് കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ രംഗത്ത് വരുന്നത്. സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞത് വലിയ വാർത്തയായി മാറി. അദ്ദേഹം പറഞ്ഞത്, എൻ്റെ അമ്മ മരിച്ചപ്പോൾ പോലും എൻ്റെ വീട്ടിൽ വരാത്ത ആളാണ് കൃഷ്ണകുമാർ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. പിന്നീട് മെല്ലെ മെല്ലെയാണ് അദ്ദേഹം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിയത്. കോൺഗ്രസിൽ എത്തിയതിന് ശേഷവും അദ്ദേഹം നിരന്തരം ബി ജെ പിക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ എന്ന് വെച്ചാൽ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം കെ സുരേന്ദ്രനെതിരെ ആഞ്ഞടിക്കുകയാണ്. കെ സുരേന്ദ്രനെ വിടാതെ പിന്തുടരുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ചെയ്യുന്നത്. കെ സുരേന്ദ്രന്റെ പ്രധാന വിമർശകനായി സന്ദീപ് വാര്യർ മാറിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യമുണ്ട്, പാലക്കാട് ഇത്തവണ കോൺഗ്രസ് ജയിക്കും, ബി ജെ പി തോൽക്കും. അതിനുശേഷം നഗരസഭ ഞങ്ങൾ പിടിക്കും എന്ന് വെച്ചാൽ കോൺഗ്രസ് പിടിക്കും എന്ന്. ഇപ്പോൾ തന്നെ കൗൺസിലർമാർക്കെതിരെ 18 കൗൺസിലർമാർക്കെതിരെ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു കഴിഞ്ഞു. നഗരസഭയിലെ കൗൺസിലർമാർ ഒന്നടങ്കം ഇടപെട്ടാണ് വോട്ട് മറിച്ചത് കോൺഗ്രസിന് എന്നാണ് കെ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ പരാതി. അതോടൊപ്പം ശോഭാ സുരേന്ദ്രനും ഇക്കാര്യത്തിൽ ഇടപെട്ടു, വോട്ട് മറിക്കാൻ ഇടപെട്ടു എന്ന് പറയുന്നു. 10,000 വോട്ടുകളാണ് മറിച്ചത്, ചെറിയ വോട്ടല്ല, 10,000 വോട്ട്. 10,000 വോട്ടുകൾ ബി ജെ പിയുടെ 10,000 വോട്ടുകൾ മറിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ചെയ്തു. അതിൽ നഗരസഭയിലെ 18 കൗൺസിലർമാർക്ക് ബന്ധമുണ്ട്, ശോഭാ സുരേന്ദ്രന് ബന്ധമുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഡ്രൈവർക്ക് ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ കൃഷ്ണകുമാർ വിരുദ്ധ ബി ജെ പി RSS നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് കെ സുരേന്ദ്രൻ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയുന്നത് പോലെ അവിടെ കടിച്ചു തൂങ്ങുകയല്ല വേണ്ടത് എന്ന് കെ സുരേന്ദ്രനെ നോക്കി സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ബി ജെ പിക്ക് അകത്തുള്ള സന്ദീപ് വാര്യരെക്കാളും ബി ജെ പിക്ക് പുറത്തുള്ള സന്ദീപ് വാര്യരാണ് ബി ജെ പി നേതൃത്വത്തിന്, പ്രത്യേകിച്ച് കെ സുരേന്ദ്രന് വലിയ തലവേദനയായി മാറാൻ സാധ്യത. കാരണം ബി ജെ പിക്കകത്ത് എത്ര ഗ്രൂപ്പുണ്ട്, ബി ജെ പിക്കകത്ത് ആരൊക്കെ എവിടെ നിൽക്കുന്നു, ആരാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെയുള്ള വിവരങ്ങൾ നന്നായി അറിയുന്ന ആളാണ് സന്ദീപ് വാര്യർ. അതുകൊണ്ട് തന്നെ ബി ജെ പി ഏറെ ഭയപ്പെടേണ്ടതും സന്ദീപ് വാര്യരാണ് എന്ന കാര്യം സംശയമേ ഇല്ല. അത് തന്നെയാണ് നടക്കാൻ പോകുന്നതും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം,
സന്ദീപ് വാര്യർ ഇനിയും പണി കൊടുത്തുകൊണ്ടിരിക്കും കെ സുരേന്ദ്രന്. അതിപ്പോൾ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ.